മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണ വിജയനും KSIDCക്കുമൊക്കെ കുരുക്ക് മുറുക്കിക്കൊണ്ട് മാത്യു കുഴൽനാടൻ കൂടുതൽ ഗുരുതരമായ കാര്യങ്ങൾ നിർത്തിക്കൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. കേരളത്തിലെ പ്രമുഖ മാധ്യമം പുറത്തുവിട്ട റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കുഴൽനാടൻ അതിശക്തമായി വീണ്ടും രംഗത്തിറങ്ങിയിരിക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണ വിജയനും KSIDCക്കും വീണ്ടും ചോദ്യങ്ങൾ ഉയർന്നുവരുമെന്ന് വ്യക്തം. പ്രമുഖ മാധ്യമങ്ങളുടെ പുതിയ റിപ്പോർട്ടുകൾ അതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. അതായത് SFIO അന്വേഷണത്തിനെതിരെ ഹൈക്കോടതിയിൽ നൽകിയ ഹർജിക്കൊപ്പം KSIDC സമർപ്പിച്ച രേഖയും വിവരാവകാശ നിയമപ്രകാരം ലഭ്യമാക്കിയ രേഖയും പരസ്പര വിരുദ്ധം എന്ന റിപ്പോർട്ടുമായി കേരളത്തിലെ പ്രമുഖ മാധ്യമം രംഗത്ത് വന്നതോടെയാണ് കൂടുതൽ ചോദ്യങ്ങൾ സംസ്ഥാന സർക്കാരിനും KSIDCക്കും നേരെ ഉയർന്നു വരുമെന്ന് വ്യക്തമാകുന്നത്. മറുപടികൾ പരസ്പര വിരുദ്ധം, KSIDC കബളിപ്പിച്ചോ എന്നാണ് പ്രമുഖ മാധ്യമത്തിന്റെ ചോദ്യം. വിവാദത്തിൽ CMRLന്റെ വിശദീകരണം ലഭിച്ചില്ലെന്നാണ് വിവരാവകാശ മറുപടി. 1 മാസം മുൻപ് ലഭിച്ചെന്ന് കാണിച്ച് ഹൈക്കോടതിയിൽ രേഖ. ഏതാണ് സത്യമെന്ന ചോദ്യമാണ് ഇപ്പോൾ പ്രമുഖ മാധ്യമങ്ങൾ ചോദിക്കുന്നത്. SFIO അന്വേഷണത്തിനെതിരെ ഹൈക്കോടതിയിൽ നൽകിയ ഹർജിക്കൊപ്പം KSIDC സമർപ്പിച്ച രേഖയും വിവരാവകാശ നിയമപ്രകാരം ലഭ്യമാക്കിയ രേഖയും പരസ്പര വിരുദ്ധമെന്ന റിപ്പോർട്ടുകൾ. ഞാൻ പറഞ്ഞതിനേക്കാളും ക്ലാരിറ്റിയോടും തീവ്രമായിട്ടും കേരള ഹൈക്കോടതിക്ക് മുമ്പിൽ CMRL കമ്പനിയുടെ സിസ്റ്റർ കൺസേൺ ആയ KREML നടത്തിയ സ്റ്റേറ്റ്മെന്റ് ആണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നത്. ഇപ്പൊ വീണ്ടും അടുത്ത കേസ് പെൻഡിംഗ് ആയിരിക്കുന്നു. അതിനും അവർക്ക് അനുകൂലമായി ഞാൻ പറഞ്ഞില്ല, ഇതിന്റെ ഈ ലാൻഡ് റിഫോംസ് ആക്ടിലെ എക്സെപ്ഷൻ 813യുടെ ഏറ്റവും ക്രൂഷ്യൽ എന്ന് പറയുന്നത്, അതിന്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ജില്ലാ സമിതിയുടെ ശുപാർശ. ആ ശുപാർശ ഇപ്പോഴും ആ കമ്പനിക്ക് അനുകൂലമായി നിൽക്കുകയാണ്. ഇതിപ്പോ ഞാനിപ്പോ നിയമം പറഞ്ഞു കൊടുത്തിട്ട് വേണ്ടല്ലോ സർക്കാരിന് ഇത് മനസ്സിലാക്കാൻ. വളരെ നിയമവകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ബഹുമാനായ രാജീവ് മന്ത്രി തന്നെയാണ്. അദ്ദേഹത്തിനൊക്കെയുള്ള നിയമ പാണ്ഡിത്യം അറിവും ഒക്കെ വെച്ചിട്ട് ഇത് മനസ്സിലാക്കാഞ്ഞിട്ടോ അറിയാഞ്ഞിട്ടോ ഒന്നുമല്ല. സ്വാഭാവികമായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ അന്നേ പറഞ്ഞിരുന്നു. ഞാൻ അന്ന് പറയുമ്പോൾ ഓണസ്റ്റ് ആയിട്ട് നിങ്ങളോട് പറയാണ്, ഇത് ഓൾറെഡി ചലഞ്ച് ചെയ്ത് പോയിന്ന് എനിക്കറിയില്ല. കാരണം അവസാനമായി ചോദിച്ചപ്പോഴും വ്യവസായ വകുപ്പിൽ നിന്നും അവരുടെ അനുമതിയിലേക്കുള്ള ഇത് കൊടുക്കുന്ന വേറെ നടപടികളൊന്നും സ്വീകരിച്ചിട്ടില്ല എന്നുള്ള പോലെയാണ് നമുക്ക് റെസ്പോൺസ് കിട്ടിയത്. അത് മിസ്ലീഡിംഗ് ആയിരുന്നു. പിന്നീട് അന്വേഷിച്ചപ്പോഴാണ് ഓൾറെഡി ഇപ്പൊ വളരെ നിസ്സാരമായി ഹൈക്കോടതി അത് വാഷ് ചെയ്തു. ഇപ്പോ രണ്ടാമത് ഉണ്ടായിട്ടുള്ള റിജക്ഷൻ സമാനമായ നിലയിൽ കോടതിക്ക് മുമ്പിൽ ചലഞ്ച് ചെയ്ത പെറ്റീഷനാണ് ഇത്. അതിനും ഈ ജില്ലാ സമിതിയുടെ ശുപാർശ നിൽക്കുന്നിടത്തോളം കാലം സർക്കാരിന് ഈ കേസ് ജയിക്കാൻ പ്രയാസമായിരിക്കും. ഈ നിലയിലാണ് ഇടതുപക്ഷ സർക്കാർ, ഇടതുപക്ഷ മന്ത്രിമാർ ഒരു വശത്ത് തീവ്ര മുതലാളിത്തത്തിനെതിരെ, ചങ്ങാത്ത മുതലാളിത്തത്തിനെതിരെ പാർട്ടി ക്ലാസുകൾ നയിക്കുകയും പൊതുമധ്യത്തിൽ സൈദ്ധാന്തിക ഭാഷയിൽ സംസാരിക്കുകയും ചെയ്യുന്നവർ തന്നെ അധികാര കസേരയിൽ ഇരുന്നുകൊണ്ട് ചെയ്യുന്നതിന്റെ ഏറ്റവും നല്ല ഒരു എക്സാമ്പിൾ ആണ് ഇത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നയങ്ങളും പരിപാടികളും ഒക്കെ ഇന്നും മുറുകെ പിടിക്കുന്ന സഖാക്കന്മാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് സ്വയം പരിശോധിക്കുകയും സ്വയം അന്വേഷിക്കുകയും ചെയ്യാവുന്ന ഒരു കേസാണ്. അതുകൊണ്ട് ഞാൻ ആ നിലയിലൊന്നും സൂചിപ്പിച്ചു. പക്ഷെ ഞാൻ പറയുന്നു, ആ ജില്ലാ സമിതിയുടെ ശുപാർശ റദ്ദ് ചെയ്യുകയും അതിനെ സംബന്ധിച്ച് അന്വേഷണം നടത്തി അതാണ് അഴിമതിയുടെ ഏറ്റവും ബേസ് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞു. അന്നത്തെ നിയമത്തിനും ഗൈഡ് ലൈൻസിനും വിരുദ്ധമായി ആ ശുപാർശ നൽകിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കുകയാണ് സർക്കാരിന് ആത്മാർത്ഥ്യം ലഭിച്ചത്. ആ നിലയ്ക്ക് ഞാൻ മിനിസ്റ്റർക്ക് ഒരു കത്ത് കൊടുത്തിട്ടുണ്ട്. ലെറ്റ്സ് സീ ഹൗ ഓണസ്റ്റ്, ഹൗ സിൻസിയർ ഹി ഈസ് ഇൻ ദിസ് ഇഷ്യൂ.